இப்போ நீங்கள் நினைக்கிற அந்த ஹார்ன் வந்து வேறு எதுவுமே கிடையாது. அது வேறு யாரும் இல்லை, நான் தான். ജയിലർ അൺലോക്ഡ് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവളുടെ രാശി ഒടുക്കത്തെ രാശിയാ. ഇതിപ്പോ നമ്മുടെ വിഷയം അത്രയല്ലോ അമ്പേ. അവര് ജയിക്കോ ജയിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ലക്ഷ്യം വേറെയാ, അത് മറക്കരുത്. ഭാരത്തിനെ ഭാവനയ്ക്കെതിരെ ശക്തമായിട്ട് തിരിച്ചുവിടണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം ഏട്ടാ. ഇനി അതേ ഉള്ളൂ എന്റെ മുന്നിലെ ഏക മാർഗം. ഭാമ ഇപ്പൊ നിന്റെ കയ്യിലായില്ലേ, അതുപോലെ ഭാരത്തിനെയും കയ്യിലെടുക്കാനാണോ പാട്? ഞാൻ വീട് സ്ഥലവും കൊടുക്കുന്നുള്ള വിശ്വാസത്തിലാ ഭാമ എനിക്കൊപ്പം നിൽക്കുന്നത്. അത് എത്രത്തോളം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം നീട്ടിക്കൊണ്ടുപോകണം. അതുപോലെ ഭാരത്തിനെ എന്തെങ്കിലും മോഹന വാഗ്ദാനം കൊടുത്ത് നിർത്തിയാ പോരെ? അത് ബുദ്ധിമുട്ടായിട്ടാ. ദേ, അരുന്ധതിക്ക് എന്റെ ദുരുദ്ദേശം വേഗം മനസ്സിലാവും. അതാ ഇപ്പൊ പ്രശ്നം. പിന്നെന്ത് ചെയ്യും? ഭാരത്തിനൊപ്പം നിർത്തിയാലേ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കൂ. വരട്ടേട്ടാ, എന്തുണ്ടെങ്കിലും അരുന്ധതി ഭാവനയോട് വിളിച്ച അഭിപ്രായം ചോദിക്കും. അങ്ങനെ വരുമ്പോ നമ്മുടെ ഒരു പ്ലാനും വർക്കൗട്ട് ആവില്ല. നീ സമാധാനപ്പെടും. ഭാവനയെ ഭാരത്ത് തല്ലുന്ന ഒരു അവസ്ഥയെ കൊണ്ടെത്തിച്ചാ പോരെ? അതിനുള്ള അവസരം വരും. ഇല്ലെങ്കിലേ നമ്മൾ അവസരം ഉണ്ടാക്കും. ഒന്ന് പതുക്കെ പറയട്ടാ. ദേ, പിള്ളേരപ്പുറത്തുണ്ട്. അവരെങ്ങാനും കേട്ടാ എല്ലാം തീരും. അരുന്ധതി കേട്ടാലേ പ്രശ്നമുള്ളൂ. അവളെ നീ ഒന്ന് സൂക്ഷിക്കുന്നുണ്ടതാ. അവക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെയോ. സമാധാനപ്പെടേട്ടാ. ഭാവന തന്നെ അരുന്ധതിയെ തള്ളി പറയുന്ന ഒരു ദിവസം വരും. അങ്ങനെയല്ല അമ്പേ വരേണ്ടത്. അരുന്ധതി ഭാവനയെ തള്ളി പറയണം. അതാവുമ്പോ എളുപ്പം നടക്കും. ഭാരത്തും ഭാവനയും തമ്മിൽ ബദ്ധ ശത്രുക്കളാണ്. അപ്പൊ അരുന്ധതി തന്നെ ഭാവനയെ പുറന്തള്ളും. ഓക്കേട്ടാ. ദേ, ഏട്ടൻ എന്റെ ഒപ്പം നിന്നാ മതി. ഒരു കണക്കിന് തല്ലാനും കൊല്ലാനും ഒക്കെ പോകുന്നതിനേക്കാളും നല്ലത് തന്നെയാ തമ്മിലടുപ്പിക്കുന്നത്. അതെ, അതിനുള്ള കാരണം മാത്രം നമ്മൾ ഉണ്ടാക്കിയാൽ മതി.